മമ്മൂട്ടിക്ക് വഴി കാണിച്ചു കൊടുത്ത തമിഴ് ആരാധകൻ രമേശ് പിഷാരടിയും ഒപ്പമുണ്ടായിരുന്ന യാത്രയുടെയും ആരാധകന്റെ ആവേശ പ്രകടനത്തിന്റെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഈ വീഡിയോ എടുക്കുന്നത് പിഷാരടിയാ. അതിന്റെ വീഡിയോ വേറെ ആരും എടുത്തിട്ടുണ്ട്. അപ്പോൾ മമ്മൂട്ടി ഇയാൾ നമ്മ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നൊരു വീഡിയോ പിഷാരടി എടുക്കുന്നതുണ്ട്. പിഷാരടി മമ്മൂട്ടിയുടെ ഈ വീഡിയോ എടുക്കുന്ന വേറൊരു വീഡിയോ ഉണ്ട്. എനിക്കതല്ല, ഇതെവിടെയോ പോയി ശരി വഴി തെറ്റി, ഗൂഗിൾ മാപ്പും ഒന്നും ഇല്ലാത്തൊരു സെറ്റപ്പ് പോലെ വന്ന് കാണും. കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇപ്പോഴും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്, അത് ഉപയോഗിക്കാൻ അറിയാത്തവരുണ്ട്. ഇന്ന് എന്നോട് ഒരാൾ വഴി ചോദിച്ചു, ഇങ്ങോട്ട് എങ്ങനെ പോകുന്നതെന്ന്. ഞാൻ ആലോചിക്കാന്ന് ഇവർക്കൊന്നും ഇത് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇതങ്ങനെയല്ല, മമ്മൂട്ടി ടെക്കിയ ജൻസി ആണോ എന്നൊക്കെ പറഞ്ഞു. മനസ്സ് ജൻസി ആയാൽ മതി, ശരീരമൊക്കെ പ്രായമാകും, പക്ഷേ മനസ്സ് പ്രായമാകത്തില്ലെന്ന്. മനസ്സ് പ്രായമാവണം, അല്ലാതെ ജൻസി ആവാൻ എന്താണെന്ന് പറ്റത്തില്ല. അത് മണ്ടത്തരോ, അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് പറയത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് മമ്മൂട്ടി ഉപയോഗിച്ചാണ്. പക്ഷേ ഇങ്ങനെ ഒരു വഴി കൂടെ പോകുമ്പോൾ പിഷാരടി ഇതിൻ്റെ കൂടെ പോകുന്നത്. പിഷാരടി ഇപ്പോൾ ഒരു MLA ഒക്കെ അല്ലേ, ഈ മമ്മൂട്ടിയുടെ വാലെ തൂങ്ങി നടപ്പ് നിർത്തിയില്ലേ? ഇപ്പോഴും മമ്മൂട്ടിയുടെ വാലെ തന്നെയാണോ പിഷാരടിക്ക് നാണം ആകുന്നില്ലേ ഇങ്ങനെ വാലെ തൂങ്ങി നടക്കാൻ? പിഷാരടിക്ക് പണിയൊന്നുമില്ല. അപ്പോൾ പിഷാരടി എപ്പോഴും മമ്മൂട്ടിയുടെ വാലെ തന്നെ, മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ നടക്കും. മമ്മൂട്ടി ആയിരിക്കും ചിലപ്പോൾ രക്ഷിച്ചത്, സഹായിച്ചത്, ഈ നിലയിലെത്തിയതൊക്കെ. പിഷാരടിയെ പോലത്തെ ഒരാൾ, ഈ കോമഡി പറഞ്ഞ് നടക്കുന്ന ഒരാൾ ഒരു നിലയിലെത്തണമെന്നുണ്ട് ഇതുപോലത്തെ ഒരാളുടെ സഹായമൊക്കെ വേണ്ടി വരും. അത് ഈ സിനിമയിലൊക്കെ അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും പിടിച്ചിരിക്കുന്നതും വളർന്നു വന്നതും വലുതായതും ചെറുതായതൊക്കെ ഇപ്പോൾ ഒത്തിരി പേരുണ്ടാവും. അങ്ങനെ അതൊരു ഒരുത്തിന് അങ്ങനെ രക്ഷപ്പെട്ടു പോയാൽ പിന്നെ അവൻ്റെ വാലെ തൂങ്ങി രക്ഷപ്പെടാൻ കുറേ പേര് വരും. അങ്ങനെയൊക്കെ തന്നെ ഈ വട്ടം കൂടി നിന്ന് അവിടെ നിന്ന് എങ്ങനെയാണെന്നൊക്കെ പല രീതിയായിരിക്കും. മമ്മൂട്ടി രീതി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അവിടെ സിസ്റ്റമൊക്കെ അങ്ങനെയൊക്കെ തന്നെ അതങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിലപ്പോൾ പറ്റത്തുള്ളായിരിക്കും, അത് സമ്മതിച്ച്. പക്ഷേ ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നത്. ഇപ്പോൾ ഇയാൾക്ക് ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലാണ് ഇയാൾ ഇരിക്കുന്നത്. തമിഴ്നാട്ടിൽ പോകേണ്ട കാര്യം എന്താ? ഈ പിഷാരടി മമ്മൂട്ടിയും കൂടെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പിഷാരടി ഇനി സിനിമയിൽ അഭിനയിക്കത്തില്ല, പരസ്യത്തിൽ അഭിനയിക്കുന്നതിനൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. എന്നിട്ട് ഓട്ടോയിൽ ഓടി കയറുന്നു, ഞാനൊക്കെ ഊളത്തിലൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ പിഷാരടി ചില കോമഡികൾ ഇഷ്ടമാണെങ്കിലും പിഷാരുടെ ബാക്കിയുള്ള ക്യാരക്ടർ പോലത്തെ ഇത്തിരി പരിപാടികളുണ്ടല്ലോ. ഈ വാലെ തൂങ്ങിയാണ് എവിടെ നോക്കിയാലും. മമ്മൂട്ടിയുടെ ബർത്ത്ഡേ ഒന്ന് കൈ കാണിക്കാൻ പുറത്ത് വന്ന് വായി വിളിച്ച് നിൽക്കുന്നുണ്ട്. എവിടെ പോയാലും മമ്മൂട്ടി വിളിച്ച് വരുത്തുന്ന അയാളെ, അല്ലാതെ നമ്മുടെ വീട്ടിൽ വലിഞ്ഞെറി ചെല്ലുന്നതാണെന്ന് തോന്നുന്നില്ല. മമ്മൂട്ടി വിളിച്ച് വരുത്തും, മമ്മൂട്ടിക്ക് തമാശ വായിപ്പിക്കാൻ വേണ്ടി ഓരോ കോമഡിയൊക്കെ പറയുമല്ലോ, അയക്കും കമ്പനിയൊക്കെ വേണ്ടേ. അപ്പോൾ പിഷാരടിക്ക് ചിലപ്പോൾ മമ്മൂട്ടിയുടെ കൂടെ വർത്താനം പറഞ്ഞിരിക്കാൻ താല്പര്യമുള്ള ഒരാളൊക്കെ ആയിരിക്കാം. പക്ഷേ എപ്പോഴും ഇങ്ങനെ എന്തിനാ അങ്ങനെ? ഇതെന്ത് പോട്ടെ, ഈ MLA ഇങ്ങനെ സമയം കണ്ടെത്തുന്നത്? ഇതിനൊക്കെ ഒരു MLAക്ക് ഇപ്പോൾ എത്ര MLA മാരുണ്ട് ഇങ്ങനെ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ പുറകെ നടക്കുന്നത്? ശരിയാട് വന്ന വഴി മറക്കൊന്നും ചെയ്യരുത്. അല്ലെങ്കിൽ നമ്മൾ അവരോട് എന്താ പറയുക, മറ്റു രീതിയിൽ ഇടപെടാനൊന്നും പാടില്ലായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ പൊസിഷൻ അതല്ല, അത് മനസ്സിലാക്കാൻ മമ്മൂട്ടിക്ക് പോകുന്നില്ലേ. മമ്മൂട്ടികളെ കൊണ്ട് നടക്കരുത്. ഇനി നാണക്കേട് തന്നെയാണ്. മമ്മൂട്ടി പിഷാരടിയെ കൊണ്ട് നടക്കാൻ പാടില്ല. മമ്മൂട്ടി എന്താ അങ്ങനെ, മമ്മൂട്ടിക്ക് തന്നെ ഇപ്പോഴൊരു അങ്ങനത്തെ ഒരു ധാരണ പിഷാരടിയെ പറ്റി. നമ്മളൊക്കെ പ്രായം കുറഞ്ഞവരോ ആരും ആയിക്കോട്ടെ, അതിനാളൊരു പൊസിഷനിലെത്തിയാണ് അങ്ങനെ കാണണ്ടേ. അപ്പോൾ ആ രീതിക്ക് ആൾക്ക് ടൈം അത്രയും ആവശ്യമുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഇടപെടണം. മമ്മൂട്ടി പറഞ്ഞാൽ വരരുതെന്ന് പറയണം. അതും ചെയ്യത്തില്ല. ഇതും കൂടി രണ്ടും കൂടി ഇരുന്നുകൊണ്ട് കുറേ ഇങ്ങനത്തെ ഊളത്തരൊക്കെ കാണിക്കും. ഇപ്പോഴും ഈ ഊളത്തിന് മാറുന്നില്ല, അതെനിക്ക് മനസ്സിലാകാത്ത. അവർക്ക് ശരിയാ ബന്ധമൊക്കെ ഉണ്ടെന്നേ, സമ്മതിച്ചെന്നേ. പക്ഷേ ഇനി അങ്ങനെ കൊണ്ടുവരുത് ഇതിനെ. തമിഴ്നാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ കേരളത്തിൻ്റെ പുറത്തോട്ടൊന്നും അങ്ങനെ പോയി ഒന്നും ചെയ്യാനുള്ള പണികളൊന്നും പിഷാരടിക്ക് MLA പൊസിഷൻ ഇരിക്കുമ്പോഴൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി അല്ല, തമിഴ്നാട്ടിൽ എവിടെ ആണെങ്കിലും ഇതുങ്ങൾ രണ്ടുകൂടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. മമ്മൂട്ടിക്ക് എന്തോ അപ്പോൾ ഗവൺമെൻറ്റായിട്ട് എന്തോ പങ്കുണ്ട്, എന്തോ വേറെ ഡീലുണ്ട് എന്നൊക്കെ ഇനി കഥ വരും. അത് പിഷാരടിയായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട, മമ്മൂട്ടിയായിട്ട് ഉണ്ടാക്കുകയും വേണ്ട. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ നാളെ പണി ഉറപ്പാണ്. അതിന് യാതൊരു സംശയം വേണ്ട. ഇത് കണ്ടാൽ തന്നെ ഊളത്തരമാണ്. ഇനി അതിൻ്റെ മണ്ടയ്ക്ക് എന്തെങ്കിലും കയറി വന്നു കഴിഞ്ഞാണല്ലോ നല്ല നാണക്കേടായിരിക്കും. വെറുതെ ഇതിന് നാണം കിടുന്ന ഒരു ആവശ്യമില്ലാതെ അല്ലേ. മമ്മൂട്ടി ബി കെയർഫുൾ. മോഹൻലാലിനെ പോലെ ആവല്ലേ.